മാത്യു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSE കുറിച്ചാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്ന BSE ലിമിറ്റഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ പ്രസ്റ്റീജിയസ് എസ്റ്റേറ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ്, അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൂടാതെ ഇപ്പോൾ അത് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്യാനുള്ള ഒരു നിലവാരത്തിലാണോ ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ BSE ലിമിറ്റഡ് നമ്മൾ 2021 നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമ്മളൊന്നും റെക്കമെൻഡ് ചെയ്യാറില്ല, നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു നല്ല സ്റ്റോക്കാന്നുള്ള രീതിയിൽ. അപ്പം അന്നത്തെ വില നിലവാരം ഏകദേശം 300-350 ആ വില നിലവാരത്തിലൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2700-2800 വില നിലവാരത്തിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊരു ലോങ് ടേം പിക്ക് ആയിരുന്നു ബേസിക്കലി. കാരണം മെജോറിറ്റി നമ്മുടെ സ്റ്റോക്കുകളൊക്കെ ലോങ് ടേം പിക്കുകളൊക്കെ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഉണ്ടാകാറ്. കാരണം ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ പലപ്പോഴും പുറത്തു വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു റെലവൻസ് പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ക് 2021 അതിനകത്ത് എൻ്റർ ചെയ്തതിൻ്റെ അകത്ത് നമ്മൾ ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ച് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ അതിൻ്റെ എക്സിറ്റ് ചെയ്യാൻ കാലമായോ. അപ്പോൾ അത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവർ നമ്മളെന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ടിട്ട് 2-2.5 വർഷമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. അപ്പോൾ ആ കാര്യത്തിൻ്റെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക്, ഈ BSE ലിമിറ്റഡ്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന BSE ലിമിറ്റഡ്, അത് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റിയത് വിലനിലവാരത്തിലാണോ, ഒരു ബിസിനസ് പ്രോസ്പെക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ളത്. കാരണം 2 വർഷം മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം അനലൈസ് ചെയ്യുന്ന സമയത്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സംബന്ധിച്ച് അവരുടെ ഒരു ബിസിനസ് മോഡലോ അല്ലെങ്കിൽ റവന്യൂ മോഡൽസോ അത്ര വളരെയധികം കൺവിൻസിങ് ആയിരുന്നില്ല. നമ്മൾ ആകെയുള്ളത് പൈപ്പ് ലൈനിലുള്ള കുറേ പ്രോജക്ട്സുകൾ BSEയുടെ ഉണ്ട്. പൈപ്പ് ലൈനിലുള്ള കുറേ റവന്യൂ സ്ട്രീംസ് ആക്റ്റീവ് ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലും പ്രത്യാശയിലും മാത്രമാണ് അന്നത്തെ കാലത്ത് നമ്മളത് നല്ലതാണെന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും നല്ല കാലം കൊണ്ട് ആ പറഞ്ഞ പൈപ്പ് ലൈനിലുള്ള എല്ലാ പ്രോജക്റ്റുകളും ആക്റ്റീവായി. അതുകൊണ്ട് തന്നെ റവന്യൂ കുറച്ച് നന്നായി, കമ്പനിയുടെ വിലയും കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് പോയി. നമുക്കറിയുന്ന പോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അത് പിന്നെ റീനെയിം ചെയ്തിട്ട് BSE ലിമിറ്റഡ് എന്നാക്കി മാറ്റിയതാണ്. അപ്പോൾ അത് പോരാത്തതിന് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലിസ്റ്റ് ചെയ്യുന്ന ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇൻഡസ്ട്രി കമ്പാരിസൺ, പിയർ ഗ്രൂപ്പ് കമ്പാരിസൺ എന്ന് പറയുന്നത് പലപ്പോഴും നടക്കില്ല. BSE നമുക്ക് BSE ആയിട്ട് മാത്രമേ കാണാൻ കഴിയൂ. മറ്റ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് ഒന്ന് കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ്, MCX ആണ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. പിന്നെയുള്ളത് എനർജി എക്സ്ചേഞ്ചാണ്, IEX. ഇതുപോലുള്ളതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് നമുക്കൊരു സ്റ്റാൻഡേർഡ് എൻറ്റിറ്റി ആയിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നമ്പേഴ്സ് ഫസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 40,000 കോടി രൂപയുടെ അടുത്തുണ്ട്. 2,800 അടുത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ROE ROC 13%, 8% ഒക്കെയാണ്. അത് ഭയങ്കര മോശം നമ്പറാണെന്നോ നല്ല നമ്പറാണെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. 2 രൂപയാണ് ഫേസ് വാല്യൂ. പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ഏകദേശം 12 ക്വാർട്ടർലി റിസൾട്ട്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ കഴിയും 2020 മുതൽ ക്രമാനുഗതമായിട്ട് ഇത് ഉയർന്നു വരുന്നുണ്ട്. ക്വാർട്ടർലി സെയിൽസ്, അതായത് സെയിൽസ് നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല, കാരണം അത് റവന്യൂ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും 25% നിന്നും കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് അത് 34% എത്തിച്ചു. വളരെ നല്ലത്. കഴിഞ്ഞൊരു ക്വാർട്ടറിൽ ഒരു ഡിപ്പ് ഉണ്ടായി എന്നുള്ളൊരു സത്യമാണ്. അത് 52% വരെ ഏറ്റവും നല്ല കേസ്, ബെസ്റ്റ് കേസ് സിനാരിയോ ആയിട്ട് എത്തിയെന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നു. ഇതൊരു എക്സ്ചേഞ്ച് ആയതുകൊണ്ട് നമ്മൾ CC ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ക്യാഷ് കൺവേർഷൻ സൈക്കിളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. 51% ഷെയർ പബ്ലിക് ഹോൾഡ് ചെയ്യുന്നു. FIയും DAയും കൂടി 25% ഹോൾഡ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട റവന്യൂ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ തന്നെയാണ്. മറ്റുള്ള റവന്യൂ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പ്രൈമറി മാർക്കറ്റ്, അതായത് IPO. കഴിഞ്ഞ വർഷത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 5,300 കോടി രൂപയുടെ റവന്യൂ IPO വഴി സമാഹരിച്ചു. മറ്റൊരു റവന്യൂ സ്ട്രീം എന്ന് പറയുന്നത് BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ടും BSE സ്റ്റാർ മ്യൂച്വൽ ഫണ്ട് പ്ലസും ആണ്. ഇത് മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 85% വരുന്ന മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി നടത്തപ്പെടുന്നു. ഇത് മോശമില്ലാത്തൊരു റവന്യൂ കോൺട്രിബ്യൂഷൻ നടത്തുന്നു, ഏകദേശം 14% അടുത്ത്. അതുപോലെ BSE EBIX എന്ന് പറയുന്ന ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒക്കെ ഈ പ്ലാറ്റ്ഫോം വഴി ഡിസ്പേഴ്സ് ചെയ്യുന്നു. പക്ഷേ അത് വളരെ ഒരു ചെറിയൊരു പ്രപ്പോർഷൻ മാത്രമേ ഉള്ളൂ. ഏകദേശം 4.5 കോടി രൂപയുടെ പ്രീമിയം മാത്രമേ ഏകദേശം കളക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കൺസിഡറബിൾ അല്ല. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അത് ഉയർന്നേക്കാമെന്ന് കരുതപ്പെടുന്നു. മറ്റൊന്നുള്ള പ്രധാനപ്പെട്ട നമ്മൾ മുമ്പോട്ട് നോക്കിക്കാണുന്ന, ഭാവിയിലേക്ക് നോക്കിക്കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇൻസിൻ്റെ അകത്ത്, ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ അകത്ത് ഉള്ള BSEയുടെ ഏകദേശം 146 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഇതൊരു ഭാവിയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് തന്നെയാണ്. കാരണം 22 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണിത്. IFSC
ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ഗിഫ്റ്റ് സിറ്റിയിലുള്ള അതാണ് ഈ ഒരു പ്രസ്ഥാനം. ഞാൻ ഇലക്ട്രിസിറ്റിയുടെയൊക്കെ 300 കോടി US$ സസ്റ്റൈനബിലിറ്റി ലിങ്ക്ഡ് നോട്ട്സൊക്കെ ഇഷ്യൂ ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ്. അതുപോലെ തന്നെ HDFC ബാങ്കിൻ്റെ $1 ബില്യൺ വിലയുള്ള AT1 ബോൺസും ഒക്കെ. കാരണം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരുന്നതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരു ഭാവിയിലെ സാധ്യതയായിട്ട് കാണുന്നുണ്ട്. പിന്നെയുള്ളത് ബീം എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോമാണ്. അത് BSEയുടെ അഗ്രികൾച്ചർ മാർക്കറ്റ്സിൻ്റെ സ്പോട്ട് പ്ലാറ്റ്ഫോമാണ്, സ്പോട്ട് എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മുടെ ഫാം ബില്ല് തിരിച്ച് വരികയാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വളരെയധികം സാധ്യതകൾ മുൻകൂട്ടി കാണുന്നു. പിന്നെ പുതുതായിട്ട് ഇപ്പോൾ ചില കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, സ്റ്റീൽ ബില്ലറ്റ്സ് ഒക്കെ പോലെയുള്ളത്. പിന്നെ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളിയാഴ്ച എക്സ്പയർ ആവുന്ന സെൻസെക്സ്. അതുവരെ സെൻസസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനകത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ വളരെ കുറവായിരുന്നു. NSE തന്നെയായിരുന്നു F&O സെഗ്മെൻറ്റിലുള്ള ലീഡേഴ്സ്. പക്ഷെ അതിന് പകരം വെള്ളിയാഴ്ച NSEയുടെ ഒരു എക്സ്പയറും ഇല്ലാത്ത വെള്ളിയാഴ്ച സെൻസസ് വെച്ചതോടുകൂടി അതിൻ്റെ അകത്ത് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി. അത് മോശമില്ലാത്ത ഒരു റവന്യൂ കഴിഞ്ഞ 2 ക്വാർട്ടറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് BSEക്ക്. അപ്പോൾ കൂടുതൽ ഇതേപോലുള്ള NSE ആയിട്ട് കോമ്പറ്റ് ചെയ്യാനുള്ള F&O സെഗ്മെൻറ്റിലുള്ള പുതിയ ഇൻഡിസസ് ഒക്കെ BSE അവതരിപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രാൻസ്ക്രിപ്റ്റ്സിൻ്റെ അകത്ത് പറയുന്നത്. അതുകൊണ്ട് റവന്യൂ മോഡൽസ് കുറച്ച് മെച്ചപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ഇതിൻ്റെ റിസ്ക്കുകളും അതേപോലെ തന്നെ ഇതിൻ്റെ ബലഹീനതകളും ഒക്കെ കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ കംപ്ലീറ്റ് ആകില്ല എന്നുള്ളതുകൊണ്ട്. കാരണം ഒരു സാധനത്തിനും ഗുണം മാത്രമല്ല ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം റിസ്ക്കുകളാണുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ BSE കഴിഞ്ഞ ഏകദേശം കുറച്ച് 1 വർഷത്തോളമൊക്കെ ആയിട്ട് BSEയുടെ സെൻസെക്സ് ഫ്യൂച്ചർ ട്രേഡ്സ് മോശമില്ലാണ്ട് നടക്കുന്നുണ്ട്. കാരണം അതിൻ്റെ എക്സ്പയറി ഡേ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ആകെ ഉണ്ടായിരുന്ന പ്രധാനമായിട്ടും വ്യാഴാഴ്ച അല്ലാതെ ഉള്ളത് ചൊവ്വാഴ്ച ഉണ്ടായിരുന്ന ഫിൻ നിഫ്റ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് ചൊവ്വാഴ്ച ആയതുകൊണ്ട് അതിന് മോശമില്ലാത്തൊരു വോള്യൂം ഫെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു NSEയുടെ. അതുപോലെ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമ്മുടെ വ്യാഴാഴ്ച എക്സ്പയർ ആവുന്നത്. പിന്നെ മറ്റനേകം ഇൻഡെക്സുകൾ ഉണ്ടായിരുന്നു, എല്ലാം വ്യാഴാഴ്ചയായിരുന്നു എക്സ്പയർ ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് വെള്ളിയാഴ്ച എക്സ്പയറി ഡേറ്റ് ആയിട്ട് വെച്ചിട്ട് സെൻസെക്സ് വന്നത് ഫ്യൂച്ചേഴ്സ് F&Oയിൽ. അപ്പോൾ അത് മോശമില്ലാത്ത, കാരണം വെള്ളിയാഴ്ച NSEക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് മോശമില്ലാത്തൊരു വോള്യൂം പിക്കപ്പ് ചെയ്തു. അതിനുശേഷം NSE തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള എല്ലാ ദിവസവും ഓരോ എക്സ്പയറി ഉള്ള ഓരോ ഫ്യൂച്ചേഴ്സ് കൊണ്ടുവന്നു. പക്ഷേ എങ്കിൽ പോലും വെള്ളിയാഴ്ച ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസെക്സിൻ്റെ ട്രേഡഡ് വോള്യൂം മോശമില്ലാതെ ഉയർന്നു തന്നെ നിന്നു. കാരണം എക്സ്പയറി എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സെല്ലേഴ്സ് മോശമില്ലാതെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കകത്ത് നമുക്ക് കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ NSEയുടെ തന്നെ നിഫ്റ്റി നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇൻഡെക്സ് വെള്ളിയാഴ്ച എക്സ്പയറി ആവുന്നുണ്ട്. അപ്പോൾ മിക്കവാറും സെൻസെക്സ് ട്രേഡ്സിൻ്റെ വോള്യൂം ചുരുങ്ങാനുള്ള വലിയൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, BSE NSE നമ്മൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ, IT ഇൻഫ്രാസ്ട്രക്ചറും കമ്പയർ ചെയ്യുമ്പോൾ NSEയുടെ F&O ഇൻഫ്രാസ്ട്രക്ചർ വളരെ സ്ട്രോങ് ആണ്, വളരെ റിലയബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഏകദേശം 70% പേർ ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഇൻഡെക്സിലേക്ക് F&O ട്രേഡിങ് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വലിയൊരു ഭീഷണി അഥവാ റിസ്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 2-3 ക്വാർട്ടറിലേക്ക് കഴിഞ്ഞ ക്വാർട്ടറിനകത്തൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ വലിയൊരു റിസൾട്ട് ഭയങ്കരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കുക വയ്യ. BSE സംബന്ധിച്ച് ആകെയുള്ളൊരു കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് NSE ആയിട്ട് തന്നെ കരുതാൻ കഴിയുകയുള്ളൂ. കാരണം BSEയുടെ മറ്റ് ചില കമ്മോഡിറ്റിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ കൂടിയും, കമ്മോഡിറ്റി ഇൻഡെക്സുകളും കമ്മോഡിറ്റി ട്രേഡൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും MCX അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ MCX അതിൻ്റെ രാജാവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് BSEക്ക് എന്തൊക്കെ അത് അല്ലാതെ കിട്ടുന്നുണ്ടോ അതൊക്കെ ഒരു ബോണസായിട്ട് കരുതാൻ കഴിയും. പക്ഷേ BSEക്ക് ഓൾറെഡി മോശമില്ലാത്ത ട്രേഡ് നടന്നുകൊണ്ടിരുന്ന 2-3 ക്വാർട്ടറായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സെഗ്മെൻറ്റിൻ്റെ അകത്തു നിന്ന് വരുന്ന ഒരു റവന്യൂ ലോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് എഴുതിത്തള്ളാൻ പറ്റുന്നതായിരിക്കാൻ വഴിയില്ല. പക്ഷേ എങ്കിൽ പോലും സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റവന്യൂ നിലനിൽക്കാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ വലിയൊരു രാജ്യത്ത് 2 സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് എന്തായാലും നിലനിൽക്കാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. അപ്പോൾ വീണ്ടും ചോദ്യം നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ, കാരണം ഇത്രയധികം അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഇനി അടുത്തൊരു 2025 വരെയാണ് നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ, ഇത് ഈ ഒരു വില നിലവാരം വളരെ കൂടുതലാണെന്നുള്ളത് കരുതപ്പെടാൻ വയ്യ. കാരണം ഇനിയും ഓപ്പറേഷനിലാകാനുള്ള 2 പ്ലാറ്റ്ഫോംസും 2 തീംസും BSEയുടെ പക്കലുണ്ട്. അപ്പോൾ അതൊരു പൈപ്പ് ലൈനിലുള്ളത് കൊണ്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു റവന്യൂ അടുത്തൊരു 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കാലയളവിൽ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ലെവലിൽ എൻട്രി ചെയ്യുന്നതിൻ്റെ അകത്ത് വലിയ തെറ്റില്ല.
പക്ഷേ ബൈ ഓൺ ഡിപ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു 2500 വരെയുള്ള ഒരു കറക്ഷൻ മുൻകൂട്ടി കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോശം പരിസ്ഥിതിയൊക്കെ ഇരിക്കുമ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൽ പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇത് കുറച്ചൊരു 10% ഒക്കെ കറക്ഷനിലൊക്കെ പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിൽ എൻട്രി ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റില്ല. ഒരു വർഷത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ 1.5 വർഷത്തിൻ്റെ അകത്ത് മോശമില്ലാത്ത റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇതോടെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കാൻ മറ്റൊരു വീണ്ടും കാണാത്തവരെ നന്ദി, നമസ്കാരം.